بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ട പ്രഭാഷണമല്ല, ലഘു പ്രഭാഷണമാണ്. വിഷയം ഇവിടെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ എന്നതാണ്. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് ഇവിടെ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേരം പുലർന്നിട്ട് നമ്മൾ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ള ഈ വിഷയം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നന്നായി നമുക്ക് ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ബോധ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി അതൊരു ഓർമ്മപ്പെടുത്തൽ. ഇത് നമുക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നിരന്തരം നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത്. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് ഗുണം ചെയ്യും, ഫലം ചെയ്യും. അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യം തന്നെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെ ഒന്നുകൂടി തട്ടി ഉണർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഗുണവും ഫലവും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ അടിസ്ഥാനത്തിൽ എന്റെ സംസാരത്തെ നിങ്ങൾ കാണണമെന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാറില്ല. ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയാൻ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിങ്ങനെ ഓരോ തലത്തിലെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അങ്ങനെയാണ്. അടിസ്ഥാനം മുതൽ കൊണ്ട് തുടങ്ങി ഏറ്റവും അവസാനത്തെ ചെറിയ ശാഖപരമായ നിസ്സാരമായ കാര്യം വരെ എത്തുന്നു ആ സന്ദർഭങ്ങളും ആ അവസരങ്ങളും ആ അനുഗ്രഹങ്ങളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിൽ മനുഷ്യരായി സൃഷ്ടിച്ചില്ലേ, അവിടെ മുതൽ തുടങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വർഗം മാത്രമാണ്. എത്ര വർഗങ്ങളുണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ കണക്കില്ല, കണക്കാക്കാൻ കഴിയില്ല. എത്ര വർഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ഏതാണ്ട് ജന്തുശാസ്ത്ര പഠന വിദഗ്ധർ ഒരു പഠനം നടത്തി ഏതാണ്ടൊരു ധാരണയുണ്ട്. എത്ര വർഗങ്ങളുണ്ട് ഈ ഭൂമിയിൽ? അത് 20 ലക്ഷത്തിലധികം വർഗങ്ങളാണ്.
അടുത്ത കാലത്തായിട്ട് ആമസോൺ കാടുകളിലും അതുപോലെ തന്നെ ആഴക്കടലുകളിലുമൊക്കെ ആയിട്ട് പുതിയ ചില വർഗങ്ങളെ കണ്ടെത്തി. അതേതാണ്ട് 5000-ഓളം വർഗങ്ങളാണ്. അപ്പൊ 20 ലക്ഷത്തിലധികം ജീവി വർഗങ്ങൾ എന്നാണ് വർഗങ്ങൾ. അതിലൊരു വർഗം മാത്രമാണ് മനുഷ്യൻ. അതിലാണ് നമ്മൾ കണ്ടു കാണുന്നതും നമുക്ക് കാണാത്തതും, നമ്മൾ അറിയുന്നതും നമുക്ക് അറിയാത്തതും, നമുക്ക് നഗ്നനേത്രങ്ങളോട് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായ അനേക ലക്ഷം ജീവിവർഗങ്ങളുള്ളത് അതിനാണ്. പട്ടിയും പൂച്ചയും പശുവും പന്നിയും പോത്തും കൃമിയും കീടവും പുഴുവും പഴുതാരയും പക്ഷികളും പറവകളും മത്സ്യങ്ങളും കൊതുകും ഈച്ചയും പ്രാണിയും ഇതെല്ലാം വർഗങ്ങളാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു വർഗം എന്ന നിലക്ക് മനുഷ്യർ എന്ന നമ്മുടെ ഈ ഒരു പ്രത്യേക വർഗം അതിൽപ്പെടാനായി അല്ലെങ്കിൽ മനുഷ്യരായി ഭൂമിയിൽ പിറക്കാനായി എന്നത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അവിടെ അൽഹംദുലില്ലാഹ് എന്ന ഒരു വാക്കിന് പ്രസക്തിയുണ്ട്. ഞാനൊരു പട്ടിയായി ജനിച്ചില്ലല്ലോ, ഞാനൊരു പൂച്ചയായി ജനിച്ചില്ലല്ലോ, ഞാനൊരു കൊതുകായി ജനിച്ചില്ലല്ലോ, ഞാനൊരു പ്രാണിയോ പുഴുവോ ആയി ജനിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ആയില്ലല്ലോ, ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചല്ലോ എന്ന് വെറുതെ തോന്നുന്നുവെങ്കിൽ അവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇനി നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും മനുഷ്യന് സൃഷ്ടാവായ തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സവിശേഷതയും പ്രത്യേകതയും മനസ്സിലാക്കുമ്പോഴും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് ഖുർആനിൽ എന്തൊക്കെയാ പറയുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, മലക്കുകളോട് ചർച്ച ചെയ്തു എന്ന് ഖുർആനിലുണ്ടല്ലോ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ എന്റെ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്റെ പ്രതിനിധി. അത് ഭയങ്കരമായ ഒരു മഹത്വമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ മനുഷ്യനുണ്ടാവുക, ആ നിയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു മഹത്വമാണ്. ഒരു വലിയ ആള്, അയാളുടെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ടാവുക അതുപോലും മഹത്വമാണ്. അത് നമുക്കിവിടെ വരേണ്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ കാര്യത്തിന് നമുക്ക് എത്തേണ്ടുന്ന ഒരാൾ, അദ്ദേഹം എത്തിയില്ല. നമ്മള് ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ മന്ത്രിയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു നേതാവിനെ ക്ഷണിച്ചു, അല്ലെങ്കിൽ നമുക്ക് ആരാണോ ഏറ്റവും വലിയ ഒരാളായിട്ട് നമ്മൊരാളെ ക്ഷണിച്ചു, അയാളെത്തിയില്ല. പകരം അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി വന്നു. അത് ചെറിയ ആളായിരിക്കില്ല, അത് ആ വലിയൊരു മഹത്വമാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ ആളുടെ ഒരു പ്രതിനിധിയായിട്ട് ഭൂമിയിൽ വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാതിരാജനായ ഏറ്റവും വലിയ തമ്പുരാനായ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഭൂമിയിൽ പിറവിയെടുക്കാൻ, ജനിക്കാൻ, വരാൻ സാധിച്ചു. അല്ലാഹു തആല അതാണ് പറഞ്ഞത്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. വേറെയും ഈ ഖലീഫ എന്ന പ്രയോഗം ഖുർആനിൽ മനുഷ്യനെ കുറിച്ച് വേറെയും നടത്തിയിട്ടുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വേറൊരു പ്രത്യേകത എന്താന്ന് പറയാം, അതും മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞ. അതെന്താ പറഞ്ഞെന്നറിയോ? വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. മറ്റൊരു ജന്തുവിനെ കുറിച്ചും ജീവിയെ കുറിച്ചും അള്ളാഹു ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണങ്ങൾ നമുക്കുണ്ട്, അതിലേക്ക് ഇപ്പൊ കടന്നു പോകുന്നത്. പിന്നെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് മനുഷ്യൻ എന്റെ അടിമയാകുന്നു എന്നാണ്. അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയും ദാസനുമാണ് മനുഷ്യൻ എന്നത് മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ മറ്റു ജന്തു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമാണ് എന്ന് പറഞ്ഞു. ആ സവിശേഷതകൾ നൽകി. മാത്രമല്ല വിശേഷ ബുദ്ധിയും ചിന്താശക്തിയും നൽകിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. മനുഷ്യൻ നമ്മളിന്ന് ജീവിക്കുന്നത് മറ്റു ജന്തുക്കൾ ജീവിക്കുന്ന പോലെയല്ലല്ലോ. മനുഷ്യനേക്കാൾ പ്രായമുള്ള ജന്തുക്കൾ ഭൂമിയിലുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ജീവികളുണ്ട് ജന്തുശാസ്ത്ര പഠന പ്രകാരം. ഖുർആനും അത് ശരിവെക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. മനുഷ്യൻ അത്ര കുറെ പഴയ ജീവിയൊന്നുമല്ല ഈ ഭൂമിയിലെ മറ്റു ജീവികളെ അപേക്ഷിച്ച് നോക്കുമ്പോ.
മനുഷ്യനേക്കാൾ വേഗതയിൽ ഓടുന്ന ജീവികളുണ്ട്, മനുഷ്യനേക്കാൾ ശക്തിയുള്ള. കടലിൽ ഏറ്റവും വലിയ ജീവി അത് നീലത്തിമിംഗിലാണെന്ന് പറയും. കരയിൽ ഏറ്റവും വലുത് അതൊന്നും മനുഷ്യനല്ല. പക്ഷെ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ജന്തുജീവജാലങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാളും ഒരുപാട് പ്രത്യേകതകൾ മനുഷ്യൻ. അത് ഏറ്റവും വലുതെന്താണോ? വിശേഷ ബുദ്ധിയാണ്, ബുദ്ധിയല്ല. ബുദ്ധിയല്ല ജീവികൾക്കുള്ളൂ, അവരുടെ ഒരു ബുദ്ധി. ആ ബുദ്ധിക്കനുസരിച്ച് അവർ പ്രവർത്തിക്കും. ഭക്ഷണം തേടി അവർ നടക്കുന്നതും ഇണയെ തേടി അവർ നടക്കുന്നതും അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അവർ കണ്ടെത്തുന്നതും ഒരു ശത്രുവിന്റെ സാന്നിധ്യം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള അതിനാവശ്യമായ പരിപാടികൾ അവർ നടത്തുന്നതൊക്കെ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. മനുഷ്യന് മാത്രമല്ല, ജന്തുക്കൾക്ക് മാത്രമല്ല ബുദ്ധി. മനുഷ്യനുള്ളതുപോലെ മറ്റു ജന്തുക്കൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ജന്തുക്കൾക്കും മാത്രമല്ല ബുദ്ധി. നമ്മളിന്ന് ജന്തുക്കൾ എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പെടുത്താത്ത സസ്യലതാദികൾക്ക് ബുദ്ധിയുണ്ട്, സസ്യങ്ങൾക്കും ബുദ്ധിയുണ്ട്. സസ്യങ്ങള് ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം ശേഖരിക്കുന്നത്, അവർക്ക് ആവശ്യമായ കാര്യം ശേഖരിക്കുന്നത്. വെള്ളം ഒരുപക്ഷെ അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു കിണറ്റിലോ കുളത്തിലോ ഒക്കെ ഇവിടെ നിന്ന് മണ്ണിനടിയിൽ തുറന്ന് അവിടെ വെള്ളം ഉണ്ടെന്ന് കണ്ടെത്തി ദുർബലമായ വേര് മണ്ണിനടിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ചിലപ്പോ കുഴിയൊക്കെ കുത്തുമ്പോ കക്കൂസിന്റെ ടാങ്കൊക്കെ ചിലപ്പോ തുറന്നു പോകുമ്പോൾ എവിടുന്നോ വന്ന വേര്, മരത്തിന്റെ വേര് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ പിന്നെ സൂര്യപ്രകാശത്തിനനുസരിച്ച് വഴിയും എന്നൊക്കെ നോക്കി വളഞ്ഞും തിരിഞ്ഞും ഒക്കെ മരങ്ങൾ പോകുന്നതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ബുദ്ധിയാണ്. ഒരുതരം ബുദ്ധി അവർക്ക് കൊണ്ടുവന്നാണ്, ഒരുതരം ജീവൻ അവർക്ക് കൊണ്ടുവന്നാണ്. അപ്പൊ ഇതല്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി എന്താണ്? മനുഷ്യന്റെ ബുദ്ധിയാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, തെരഞ്ഞെടുക്കാൻ, സെലക്ട് ചെയ്യാനുള്ള കഴിവ്. അതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. മാത്രമല്ല മനുഷ്യനിൽ നിരന്തരമായി പുരോഗതിപ്പെടാൻ ആവശ്യമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ശരി, നമ്മളിപ്പോ സാധാരണ അവർ പറയാറുണ്ട് സപ്താത്ഭുതങ്ങൾ ഉണ്ട് എന്ന് പറയും. 7 അത്ഭുതങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. താജ്മഹൽ അതിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ചൈനയിലെ വൻമതിൽ അത്ഭുതമാണ്. ഈഫൽ ടവർ, ചെരിഞ്ഞ ഗോപുരം അതിൽപ്പെട്ടതാണ്. നയാഗ്ര വെള്ളച്ചാട്ടം അതിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കുറെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല. എന്താണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ മനുഷ്യനും അവന്റെ തലയും തലച്ചോറുമാണ് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യന്റെ തലച്ചോറാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്നാണ്. ഓരോ മനുഷ്യനിലും ഇപ്പൊ 750 കോടി ഏതാണ്ട് ജനങ്ങൾ ലോകത്തുണ്ടെന്നൊരു കണക്കാണ്. ഈ 750 കോടി മനുഷ്യർക്കുള്ള തല, അതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. ആ തലച്ചോറാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓരോ മനുഷ്യന്റെയും തലച്ചോറിൽ അതിന്റെ കപ്പാസിറ്റി, അതിന്റെ മെമ്മറി, അതിന്റെ പവർ, അതിന്റെ എന്താ പറയാ ഭയങ്കരമായൊരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കാലത്ത് പറയാൻ കുറച്ച് മുമ്പ് 100 കൊല്ലം മുമ്പൊന്നും ആളുകൾക്ക് ഇതിന്റെ ഒരു ഉദാഹരണം പോലും പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചത് ഈ തലയിൽ നിന്നാണ്. തലയാണ് കണ്ടുപിടിച്ചത്. ഏതാണ്ട് തലയുടെ രൂപമാണ് അല്ലെ മെമ്മറി, പവറും എന്താ പറയാ സേവ് ചെയ്യലും എന്താ റിക്കവർ ചെയ്യലും ഇങ്ങനെ പലതും നമ്മൾ പറയില്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ തല. ഒരു മനുഷ്യന്റെ തലച്ചോറും അവന്റെ കഴിവും അതിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ 40% പോലും സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ലെന്നാണ്. അതായത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നവർ. അതല്ലെങ്കിൽ ഒരു 15% പോലും ഒരു വെറും മനുഷ്യന്റെ ഇത്തരം പഠനപരവും ചിന്താപരവും മനനവും അങ്ങനത്തെ സംഗതികളിലൊന്നും കാര്യമായി വ്യാപരിക്കാത്ത ഏർപ്പെടാത്ത ഒരാളുടെ ഒരു 15% കപ്പാസിറ്റിയെ ഉപയോഗപ്പെടുത്തുന്നുള്ള, ബാക്കി വെറുതെ പോവുകയാണെന്നാണ്. അങ്ങനെയുള്ള തലച്ചോറുകളും തലയുമാണ് ലോകത്തെ ഇക്കണ്ട മനുഷ്യർക്ക് മുഴുവനുള്ളത്. അതുകൊണ്ടാണ് ഈ പുരോഗതി. ഇപ്പൊ നമ്മളീ നിൽക്കുന്നുണ്ടല്ലേ, നമ്മൾ നിൽക്കുന്നത് AC ഒക്കെ വെച്ച് പുറത്ത് നല്ല ചൂടാണ്, നമ്മൾ തണുത്തിരിക്കുന്നു. ഞാൻ മെല്ലെ സംസാരിക്കുന്നു, നമ്മൾ ഉറക്കെ കേൾക്കുന്നു. വെളിച്ചമുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫോണ്, വാച്ച്. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഹൈടെക് അല്ലെ. ഇത് ചിലപ്പോ 10 കൊല്ലം കഴിയുമ്പോൾ 100 കൊല്ലം കഴിയുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കും നമ്മൾ എത്താൻ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്താ കാരണം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ വെച്ച കഴിവാണ്. മനുഷ്യൻ കൊടുത്ത ബുദ്ധിയും വിശേഷ ബുദ്ധിയും തലയും തലച്ചോറുമാണ്. ഇത് വെച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലതർക്കബുന്ന തബഖൻ അൻ തബഖ. നമ്മൾ ഖുർആൻ ഓതാറില്ലേ? നിങ്ങൾ പടിപടിയായി മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇനിയും പുരോഗതി എവിടെ എത്തും മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. പണ്ട് കാലത്തൊന്നും ഫോണ് മൊബൈലെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ. TV ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും TV എന്ന് പറയാൻ മനസ്സിലായിരുന്നില്ല. അവിടെ ഏതോ ഒരു മുതലാളിയുടെ വീട്ടില് അവിടെ എവിടോ നടക്കുന്ന കാര്യങ്ങൾ അവർ വീട്ടിൽ കാണുമത്രേ എന്നൊക്കെ ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ അതിശയം പറഞ്ഞു. മൊബൈൽ ഫോണ്
കണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ ഗൾഫിലൊന്നും എത്തിയാൽ അന്നൊന്നും മൊബൈൽ പോലും വ്യാപകമല്ല. പിന്നെ മൊബൈലൊക്കെ ഏതാണ്ട് വന്നു. പക്ഷെ അത് മറ്റേ നമ്മുടെ സാധാരണ സാധനമാണ്. നാട്ടിലേക്ക് ആളുകൾക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അത്ഭുതം കൂടി. വെറുതെ അതെങ്ങനെ? എന്നിട്ട് ഞങ്ങളൊരു സുഹൃത്ത് ഈ നാട്ടിലേക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ച് കണ്ട് സംസാരിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. നോക്കൂ, ഒരു കാലം അവിടുന്ന് ഇപ്പൊ നമുക്ക് കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് വിഷയമാണ്. ഇനിയിപ്പോ തൊട്ടും പിടിച്ചും സംസാരിക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ നിഷേധിക്കൂല. കാരണം എന്താണ് ഇതിന്റെ മനുഷ്യനിങ്ങനെ പുരോഗതിപ്പെട്ട് ഇത് മനുഷ്യനാണ്. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പോവല്ലോ കേട്ടോ. എന്താ സംഭവം എന്നറിയോ? മനുഷ്യനാരാണ്? വലഖദ് കറംനാ ബനി ആദം. വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ബഹുമാനിച്ചത്, വെറുതെ അല്ല ആദരിച്ചത്, വെറുതെ അല്ല ഖലീഫ എന്ന് പറഞ്ഞത്, വെറുതെ അല്ല എന്റെ ദാസൻ എന്ന് പറഞ്ഞത്, വെറുതെ അല്ല അനേക കോടി സൃഷ്ടിജാലങ്ങളിൽ അനേക ലക്ഷം ജീവി വർഗങ്ങളിൽ മനുഷ്യൻ സവിശേഷപ്പെട്ടവനാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പെടാൻ നേരത്തെ പറഞ്ഞ പ്രാണിക്കും പറവയ്ക്കും പകരം ഒരു മനുഷ്യനായി ജനിക്കാൻ സാധിച്ചു എന്ന് തോന്നിയാൽ അല്ലാഹു തആല അങ്ങനെ അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അവിടെയാണ്. രണ്ടാമത് ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ തന്നെ മനുഷ്യനായി സവിശേഷമായ സൃഷ്ടിയായി വിശേഷ ബുദ്ധിയും ചിന്താശക്തിയും കഴിവും യോഗ്യതയുമൊക്കെ നൽകി സൃഷ്ടിച്ച ആ സൃഷ്ടാവായ തമ്പുരാനെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ഒരാൾക്ക് സാധിച്ചുവെങ്കിൽ അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് സ്തുതി പറയേണ്ടുന്ന മറ്റൊരു കാര്യം. അൽഹംദുലില്ലാഹ്. അഥവാ അള്ളാഹുവിന് മനസ്സിലാക്കി മുഅ്മിനും മുസ്ലിമുമായി ഒരു സത്യവിശ്വാസിയും അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് അവനെ അംഗീകരിച്ച് ജീവിക്കുന്നവനുമായി ജീവിക്കാൻ സാധിച്ചു എന്ന് വന്നാൽ അതാണ് രണ്ടാമത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ പള്ളിയിലിരുന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അൽഹംദുലില്ലാഹ്. കാരണം മനുഷ്യരുടെ കൂട്ടത്തിൽ ബഹുഭൂരിഭാഗം ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. കുറെ ആളുകൾ എപ്പോഴും പറയുന്നത് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും വ്യത്യാസമൊന്നുമില്ല എന്നാണ്. മനുഷ്യനും ജന്തുക്കളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ തന്നെയാണ് ജന്തുവിന്റെ ആവശ്യങ്ങൾ, ജന്തുക്കളുടെ ആവശ്യങ്ങൾ തന്നെയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഭോഗിക്കുക, ഇണചേരുക, പ്രത്യുൽപാദനം നടത്തുക, അങ്ങനെ കുറച്ചാലങ്ങനെ ജീവിച്ച് അങ്ങനെ വെച്ചു തീർന്നു. ഇതാണ് ജന്തുക്കളുടെ ജീവിതമെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് പ്രത്യേകതയൊന്നുമില്ല എന്ന് ഇപ്പൊ അതങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി ഭയങ്കരമായി തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് അത് പറയുന്നില്ല, അജാതി ചിന്തകളൊന്നുമല്ല, ജീവിതം പക്ഷെ അങ്ങനെയാണ്. എങ്ങനെ? കാലികൾ ജീവിക്കുന്നത് പോലെ, കാലികളെ പോലെ, മൃഗങ്ങളെ പോലെ, ജന്തുക്കളെ പോലെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ആലോചനയൊന്നുമില്ല, പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. പക്ഷെ ഇത് സ്ഥാപിക്കാനും തർക്കിക്കാനും വാദിക്കാനും എഴുതാനും പ്രസംഗിക്കാനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഫലത്തിൽ ജീവിതം മൃഗതുല്യമായി, ജന്തുക്കൾക്ക് തുല്യമായി. എന്ന് പറഞ്ഞാൽ എന്താ? വല്ലദീന കഫറു യഅ്കുലൂന യതമത്തഊന വയഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം ഫന്നാറു മഅ്വ. നിഷേധികൾ എന്താണ് അവരുടെ ഭാവം എന്നറിയാം? അവരിതൊന്നും മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അവര് കുറെ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, പോയിക്കുന്നു, ഉറങ്ങുന്നു, ജീവിച്ചു മരിച്ചു. ജന്തുക്കളും അവരും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാതെ ജന്തു സമാനമായ തിന്നും കുടിച്ചും ഉറങ്ങിയും തീർന്നു പോകുന്ന ജീവിതം നയിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. വേറെ കുറെ ആളുകൾ യഥാർത്ഥത്തിൽ ആരാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കാനോ, എന്തിനാണ് ഇവിടെ ഈ ഭൂമിയിൽ ജന്മമെടുത്തതെന്നോ, എന്താണ് ഈ ജീവിതം കൊണ്ട് നേടേണ്ടതെന്നോ, എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്നോ ലക്ഷ്യമെന്നോ ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ. അല്ലെ? എന്താണ്? ഇൻഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. അങ്ങനെ പറയുന്ന ആൾക്കാർ എന്ത്? നമ്മളിവിടെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഇനി ഇതിനപ്പുറത്ത് വേറൊരു ജീവിതമല്ല, വേറൊരു സംഗതിയില്ല, ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസക്കാര്, അങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ പല തരത്തിലും വിഭാഗത്തിലും പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്തെന്നും അർത്ഥമെന്തെന്നും ലക്ഷ്യമെന്തെന്നും നമ്മൾ എവിടുന്ന് വന്നവരാണെന്നും എന്തിനു വന്നവരാണെന്നും എങ്ങോട്ട് പോകുന്നവരാണെന്നും ഈ ജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിഭാഗം സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ അടിയാറുകളാണ്. അതും ആ വിശുദ്ധ ഖുർആൻ കയ്യിലുള്ളവരാണ്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിച്ച് ആ പ്രവാചകനെ വഴികാട്ടിയും മാർഗദർശിയുമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളവരാണ്. അവരാണ് നമ്മൾ. അപ്പൊ അതിൽ നമുക്ക് പെടാൻ സാധിച്ചു. നമുക്ക് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം, നമ്മൾ എവിടുന്ന് വന്നവരാണെന്ന് അറിയാം, എന്തിനു വന്നവരാണെന്ന് അറിയാം, എങ്ങോട്ട് പോകേണ്ടവരാണെന്ന് അറിയാം. അതൊന്നും ഞാനിപ്പോ വിശദീകരിക്കല്ല. അതും അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഹിദായത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഹിദായത്ത് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? ഹിദായത്ത് കിട്ടുക, ഹിദായത്ത് കിട്ടുകയല്ല, ഹിദായത്ത് അറിയാൻ മനസ്സിലാക്കുക. അത് എന്തൊരു പ്രയോഗമാണ്. അതായത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് എത്തേണ്ട ലക്ഷ്യത്തിലേക്കുള്ള വഴി കൃത്യമായിട്ട് മനസ്സിലാവുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ, നമുക്ക് പോകേണ്ട വഴി, ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ വഴി നമുക്ക് അറിഞ്ഞു. അതാ ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ. സന്മാർഗം കിട്ടുക എന്ന്, സന്മാർഗം, നല്ല മാർഗം, നേരായ മാർഗം, സ്ട്രൈറ്റ്, നമുക്ക് എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൃത്യമായി എത്തിക്കുന്ന വഴിയും മാർഗവും നമുക്കറിയാം. എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള ഈ 4 നാളത്തെ ജീവിതമാണോ? അല്ല. ഇതിപ്പോ തീർന്നുപോയി, ഇത് മുക്കാലം തീർന്നു. ചിലർക്ക് 90% തീർന്നു, ചിലർക്ക് 95% തീർന്നു. ശതമാനക്കണക്ക് വെച്ച് അത് പ്രായത്തിന്റെ ഒന്നല്ല കേട്ടോ. വയസ്സ് കുറച്ച് പ്രായമുള്ള എന്നെ പോലെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഇപ്പൊ ഓടിച്ചു പറയാം, ഞങ്ങളതൊക്കെ മുക്കാലും തീർന്ന് പേടിക്കണ്ട, വയസ്സിന്റെ ഒന്നും അല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു കണക്കാ. വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. എന്റെ ഉമ്മത്തിന്റെ ഒരു ആവറേജ് പ്രായം എന്ന് പറഞ്ഞാൽ 60-70 ഇടയിലാണെന്ന് പറഞ്ഞു. പിന്നെ അതിന് മേലെ കിട്ടിയ കഴിഞ്ഞാലൊക്കെ ബോണസ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നവർ. അപ്പൊ പ്രായം കൊണ്ട് മരിക്കുന്നൊന്നുമല്ല, എപ്പോഴും മരിക്കാം, ആർക്കും മരിക്കാം. കുട്ടികൾ മരിക്കാം, യുവാക്കൾ മരിക്കാം, എല്ലാവർക്കും മരിക്കാം. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ മുക്കാലും അല്ലെങ്കിൽ അരയും കാലും ഒക്കെ തീർന്നു പോയവരാണ്. ഇത് ഇന്ന് എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളങ്ങ് തീർന്നു പോകും, അല്ലെ? അപ്പൊ ഇതല്ല യഥാർത്ഥ ജീവിതം. മരണമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. മരണം ജീവിതത്തിന്റെ ഒരു തുടക്കം, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം. മരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വേറൊരു ലോകത്തേക്ക്. അതാണ് ഖാലിദീന ഫീഹാ, അല്ലെ? ഖാലിദീന ഫീഹാ ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറില്ല, നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ദുനിയാവാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം, ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ ലളിതം. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, പരലോകം അതാണ് ഉത്തമമായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും, എന്നെന്നും നിലനിൽക്കുന്നത്. അതിനുള്ള സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഖുർആനിൽ കാണാം ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ, നിത്യമായി വസിക്കും അവിടെ. നിത്യവാസം, നിത്യവാസം അതെവിടെയാണ്? അത് സ്വർഗത്തിലും നരകത്തിലുമാണ്, അത് പരലോകത്ത്. അപ്പൊ അവിടെയാണ്, അതാണ് യഥാർത്ഥത്തിൽ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടല്ലേ, അല്ലാഹുമ്മ ലാ ഇശ ഇല്ലാ ഇശ. പടച്ചവനെ, ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരലോക ജീവിതമാണ്. അല്ലാഹുവേ, ദുനിയാവല്ല യഥാർത്ഥത്തിൽ ജീവിതം. അത് അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ദുനിയാവും പരലോകവും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഒരു സമുദ്രത്തിൽ, കടലിൽ പോയിട്ട് വിരലിട്ടിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് ആ വിരലിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്ക്, അതാണ് ദുനിയാവ്. എന്നിട്ട് കടലിലേക്കൊന്ന് നോക്ക്, അതാണ് പരലോകം. എത്ര നിങ്ങൾ കയ്യിൽ പറ്റിയ വെള്ളം, അത്രയും നിസ്സാരമാണ് ദുനിയാവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള പല പലത്തുള്ള ഹദീസുകളുണ്ട്. അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരലോകമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞു, അല്ലാഹുവേ, ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ജീവിതമാണ്. ഇത് അവിടേക്കുള്ള ഒരു വഴിയാണ്, ഇത് അവിടേക്കുള്ള ഒരു മാർഗമാണ്, ഇതിലൂടെ ഒരു കടന്നുപോക്ക് മാത്രമാണ്. അപ്പൊ ഇതിനെങ്ങനെ മനസ്സിലാക്കാൻ? അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്താനുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ നമ്മൾ ഹിദായത്ത് കിട്ടുക എന്ന് പറയാം. ആ ഹിദായത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഞാൻ ആ വഴി അറിഞ്ഞവനാണ്, ഞാൻ ആ മാർഗം അറിഞ്ഞവനാണ്, ഞാൻ റബ്ബിനെ അറിഞ്ഞവനാണ്, ഞാൻ പ്രവാചകനെ അറിഞ്ഞവനാണ്, ഞാൻ ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞവനാണ്, ജീവിതത്തിന്റെ ലക്ഷ്യം അറിഞ്ഞവനാണ്, ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടതെന്നറിഞ്ഞവനാണ്. ഈ ദുനിയാവിലെ ജീവിതം അതിനിസ്സാരമാണെന്നും നശ്വരമാണെന്നും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റൊരു സംഗതി.
ഇനി വേറൊരു കാര്യം കൂടി അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുറെ കാര്യങ്ങളുണ്ട്, അത് ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞു നിർത്താം വൈകാതെ. സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തില് അൽഹംദുലില്ലാഹ് നിത്യജീവിതത്തിൽ പറയില്ലേ, നിത്യജീവിതത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ നമുക്കൊരു നേട്ടം ഉണ്ടായി, നമുക്കൊരു ഗുണമുണ്ടായി, നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി. ആ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ആ അനുഗ്രഹത്തിനുള്ള ശുക്ർ അതാണ്, അനുഗ്രഹത്തിനുള്ള ശുക്ർ അതാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നതാണ്, മനസ്സിലുള്ളത് പുറത്തേക്ക് വരുന്നതാണ് അൽഹംദുലില്ലാഹ് എന്ന വാക്ക്. അല്ലാഹുവിനെ സ്തുതി എന്നാണ്. അനുഗ്രഹങ്ങൾ ആർക്കാ കിട്ടിയിട്ടുള്ളത്? അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ് ഇരിക്കുന്നവർ മുഴുവൻ, ഞാനും നിങ്ങളും ഒരുപോലെ. അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവരാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവരാരാന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കും, ആ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി, ഈ വലിയ മുതലാളി, അവിടെ ഒരു മുതലാളി, ഇവിടെ ഒരു മുതലാളി. നമ്മളെ കണക്ക് പ്രകാരം കിഴക്കൊരു മുതലാളി, പടിഞ്ഞാറൊരു മുതലാളി, തെക്കൊരു വടക്ക് 4 മുതലാളിമാർക്കേ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും. ചിലരൊക്കെ നന്ദി വിട്ട വർത്താനം പറയും. എന്താണെന്നറിയോ? പടച്ചോ ഇന്നെ നോക്കണേ ഇല്ല, പടച്ചോ എന്നെ കാണണേ ഇല്ല, പടച്ചോ എനിക്കൊന്നും തന്നിട്ടേ ഇല്ല. നോക്ക് നിങ്ങൾ, അവനും കൊടുത്തു, ഇവനും കൊടുത്തു, അവനും കൊടുത്തു. ഞങ്ങളതിലേ ഞങ്ങളെ തുമ്പൂർ കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്, തമാശയായിട്ട് പറയാണ്, ഒരു ഹൈവേ പോകുന്നുണ്ട്, ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒരു എക്സ്പ്രസ് വേ ആണ്. അപ്പൊ അത് വരുമ്പോ ആളുകളൊക്കെ പേടിച്ച് കുറച്ച് ഇതൊക്കെ സ്ഥലം ഒന്നായിട്ട് എടുത്തു, ആളുകളെ ഇടക്ക സ്ഥലങ്ങൾ ഇവര് എടുത്തു. അപ്പൊ ഈ സാധാരണഗതിയിൽ പേടി വരും. പക്ഷെ പിന്നെ നല്ല പൈസ കിട്ടി, നല്ല പൈസ കിട്ടി. സെന്റിന് 50,000 വിറ്റാ കിട്ടാത്തവന് സെന്റിന് 5 ലക്ഷം അതിന് മേലൊക്കെ കിട്ടി. അപ്പൊ ലക്ഷങ്ങളും കോടികളും ആളുകളുടെ കയ്യിൽ വന്നു. അപ്പൊ അതിങ്ങനെ അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ളവന് കിട്ടിയില്ല, തൊട്ടടുത്തുള്ളവന് കിട്ടിയില്ല. അപ്പൊ ചില ആളുകൾ പറഞ്ഞ ചില കമന്റുകളൊക്കെ രസകരമായിട്ടുള്ള കമന്റ് അതാണ്. അതായത് തൊട്ട് ചാരി നിൽക്കുന്നവന് കോടികൾ കിട്ടി, ഇപ്പുറത്തുള്ളവന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി അതിന്റെ എല്ലാ ദുരിതവും അവർ എക്സ്പ്രസ് വേ അതിലൂടെ കടന്നു പോയാൽ അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്നവൻ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളും പ്രയാസങ്ങൾ എത്രയായിരുന്നു. അപ്പൊ ചില ആളുകൾ രസകരമായി പറഞ്ഞ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ ഓർക്കും, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ചിലർക്ക് കിട്ടിയെന്നും ചിലർക്ക് കിട്ടിയില്ലെന്നും. ഈ അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നവർക്ക് അത് അനുഗ്രഹം ആയിരിക്കുമെന്നോ, അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറയുന്നവന് അതായിരിക്കോ യഥാർത്ഥത്തിൽ അനുഗ്രഹം, അല്ലെ? ഒരു സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരു സഹപ്രവർത്തകൻ. മൂപ്പർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്തോ ഒരു ക്ലാസ്സിലോ മറ്റോ ഇങ്ങനെ എന്തോ സംസാരിച്ചതിന് ശേഷം തോന്നുന്നു, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ അവസ്ഥ ആലോചിക്കായിരുന്നു. എന്റെ അവസ്ഥ എന്താണെന്നറിയാം ആലോചിച്ചത്? ഞാൻ ഒരു വലിയ കോൺട്രാക്ട്, അദ്ദേഹത്തിന് ഇച്ചിരി കോൺട്രാക്ടുകളൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ഒരു സംഗതിക്ക് കോൺട്രാക്ടിന് വേണ്ടി ഞാൻ കോട്ടി കൊടുത്തു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടാന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, റബ്ബേ എന്തുകൊണ്ട് എന്റെ പടച്ചോ അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ വേറൊരാൾക്കാർ കിട്ടി. കുറച്ചുകാലം കഴിഞ്ഞപ്പോ ആ ചങ്ങായി അത് എടുത്തതിനാൽ അവനാകെ വലഞ്ഞു മാറാപ്പ് കിട്ടി. അപ്പൊ ഞാൻ ഓർത്തു, അന്ന് എനിക്കെങ്ങനെ അത് കിട്ടിയിരുന്നെങ്കിൽ പടച്ചോൻ എന്നോട് കാണിച്ചൊരു കാരുണ്യം, അള്ളാന്റെ അനുഗ്രഹം, അത് കിട്ടിയില്ലല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാഹ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നാലേ അല്ലാഹു തആല നമ്മളോട് കാരുണ്യം കാണിക്കുന്നുള്ളൂ. നമ്മൾ ചോദിക്കുന്ന ഒക്കെ നമ്മളിങ്ങനെ ചോദിക്കണം, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുന്നതൊക്കെ അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ തരണം, ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ തരണം. അതിങ്ങനെ കിട്ടിയാലേ അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളൂ നമ്മൾ വിചാരിക്കാൻ. ഇല്ലെങ്കിലോ മറ്റവനും കൊടുത്തു അവനും കൊടുത്തു, അള്ള എന്നെ വേണ്ടിയില്ല, അല്ല പഠിച്ചോനെ നോക്കാൻ. ഇങ്ങനെ പഠിച്ചോനെ കുറിച്ച് പോലും യളുല്ലൂന ബില്ലാഹി ഗൈറൽ ഹഖ്, അല്ലെ? അള്ളാഹുവിനെ കുറിച്ച് യാഥാർത്ഥ്യമല്ലാത്ത ഒരു യുദ്ധത്തെ വിലയിരുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ പടച്ചോനെ കുറിച്ച് നിങ്ങൾ തെറ്റായ ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് നിങ്ങളിൽ പലരും സംസാരിച്ചു. യുദ്ധത്തിൽ തോൽക്കുമ്പോഴേ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതാണ് നമ്മൾ വേറെ ഒരു മൂന്നാമത്തെ കാര്യം ഞാൻ പറയും. എന്താണെന്നറിയോ?
നമ്മളെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ മൂടിയവരാണ്. ഞാനിവിടെ നിൽക്കുന്നത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ അവിടുന്ന് യാത്ര ചെയ്ത് വന്നതും ഇനി അള്ളാഹ് അനുഗ്രഹിച്ചെങ്കിൽ തിരിച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുന്നതും അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നതും ഇരിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ ധരിക്കുന്നതും ഉടുക്കുന്നതും അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പോയിന്റും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടോ? എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടാ എല്ലാം തന്നിട്ടുണ്ട്. തരേണ്ട അളവിൽ ഇവിടെ എല്ലാവർക്കും ഒരേ അളവിൽ അള്ളാഹ് കൊടുക്കൂല. അപ്പം ഇത് ദുനിയാവാകില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ എന്ന് പറഞ്ഞത് പരലോകത്തെ സ്വർഗത്തെ കുറിച്ചാണ്. ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം കിട്ടും. അത് ദുനിയാവല്ല, അത് ഭൂമിയല്ല, അത് സ്വർഗമാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതും പറയുന്നതൊക്കെ കിട്ടും, ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും, അതിരുകളില്ല. പക്ഷെ ഭൂമിയിൽ അങ്ങനെയല്ല. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കണക്കും കയ്യുണ്ട് എല്ലാറ്റിനും. നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കും. അല്ലാഹു തആല ചോദിക്കുന്നൊക്കെ കൂടി അല്ലാഹു തആല തരൂല. അതിന് അള്ളാന്റെ അടുത്തൊരു കണക്കുണ്ട്, അള്ളാന്റെ അടുത്തൊരു യുക്തിയുണ്ട്. അപ്പൊ മനസ്സിലാക്കിക്കോ, നമ്മൾ അധ്വാനിക്കേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. വീട്ടിലും വെറുതെ കവിഞ്ഞ് നടന്നിട്ട് കിട്ടൂലട്ടോ. വാതിലടിച്ച് ഏസിട്ട് ഫാനിട്ട് കടന്നുറങ്ങിയാൽ കിട്ടൂലട്ടോ. നമ്മൾ ചെയ്യേണ്ടതൊക്കെയും നമ്മൾ ചെയ്തു. നമ്മൾ അധ്വാനിക്കുന്നു, രാവിലെ ഇറങ്ങി പോകുന്നു, വൈകുന്നേരം വരുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഒക്കെ ചെയ്യുന്നു, പണിയെടുക്കുന്നു, കച്ചവടം, കൃഷി, ടെൻഷൻ ഒക്കെ നമ്മൾ എടുക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാവുന്ന അത്രയും അല്ലാഹു തആല തരും. അപ്പൊ നമ്മുടെ ഒരു അധ്വാനവും അല്ലാഹു തആലയുടെ ഒരു കണക്കും, ആ കണക്കിൽ നമ്മൾ തൃപ്തനാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് ഇത് എന്റെ നാഥൻ എനിക്ക് തൃപ്തിപ്പെട്ട് ഇപ്പൊ ഇത്രയാണ് തന്നിട്ടുള്ളത്, ഇപ്പോൾ ഇത്രയാണ് തരേണ്ടത്, ആ തന്നതിൽ ഞാൻ തൃപ്തനാണ്. അതാണ് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത്. അതങ്ങനെ നമുക്ക് തോന്നിയോ? അങ്ങനെ തോന്നിയാൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ പറയും മറ്റോനെ. ഇപ്പൊ ഞാനും ഓനും ഒന്നിച്ച് ഗൾഫ് പോയതാണ്. ഞങ്ങൾ രണ്ടാളും ഇത്രയും കാലം അവിടെ നിന്നതാ. പക്ഷെ അവനോ ഭയങ്കര സെറ്റപ്പ്, ഞാൻ ഇപ്പോഴത്തെ തേരാപാരാ നടക്കും അല്ലേ എന്ന് പറയില്ലേ. ഞാനും ഓരോ ഒന്നിച്ച് കച്ചവടം തുടങ്ങിയതാ. എന്റെ കച്ചവടം അവനെ കച്ചവടം, അവൻ പൊടി മാറുമോ, ഭയങ്കര ബിസിനസ്. ഞാനിങ്ങനെ ഓരോന്നും നമ്മൾ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യും. ഒരാളെയും മറ്റൊരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മളിലേക്ക് മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നോക്കാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ മേലോട്ട് നോക്കരുത്, താഴോട്ട് നോക്കണം. എന്തിന്റെ കാര്യത്തിലറിയോ? ദുനിയാവിന്റെ കാര്യത്തിൽ. മലയാളിമാരെ മാത്രം നോക്കി, പണക്കാരെ മാത്രം നോക്കി നിങ്ങൾ മേലോട്ട്, നിങ്ങളെ കുറിച്ച് താഴേക്ക് നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അത് ദുനിയാവിന്റെ കാര്യത്തിൽ. എന്നാൽ ഭൗതികമായ പുരോഗതിയുടെ അല്ലെങ്കിൽ സമ്പത്തിന്റെ സൗകര്യങ്ങളുടെ കാര്യത്തിലാണ് കേട്ടോ. ദുനിയാവിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അതാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആത്മീയമായ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിങ്ങൾ നോക്കേണ്ടത് മേലോട്ടുള്ളവരാ, നിങ്ങളെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ മികച്ചു നിൽക്കുന്നവരെ. ഇപ്പൊ നമ്മൾ സാധാരണ തിരിച്ച് നമ്മളെക്കാൾ താഴെയുള്ളവർ നോക്കും. ഏതില്? ദുനിയാവിന്റെ ദീനിന്റെ കാര്യത്തിൽ. ഞാൻ എപ്പോഴേലും നിസ്കരിക്കണ്ടോ? തീരെ നിസ്കരിക്കണില്ല. ഞാൻ ജുമയ്ക്കും പോകുന്നുണ്ടോ? ജുമയ്ക്കും പോകുന്നില്ല. നമ്മൾ സമാധാനിക്കും. അങ്ങനെ അല്ല, മറിച്ച്. അപ്പൊ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മൾ നോക്കുന്നുവെങ്കിൽ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകളെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പുണ്ടാവും. അള്ളാഹ് നമുക്ക് തന്നിരിക്കുക ആ അനുഗ്രഹം കൊണ്ടാണ് ചലിക്കുന്നില്ലെങ്കിൽ നോക്കൂ, കട്ടിൽ കിടക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാം. എത്ര ആളുകളെ നമ്മൾ കാണുന്നുണ്ടെന്നറിയോ? ഒന്ന് ഇളകാൻ, ആ കൈയൊന്ന് ഇളക്കിക്കാൻ മോനെ എന്ന് പറഞ്ഞാൽ ആ കൈ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇളകുന്നില്ല. ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു സ്പൂൺ വെള്ളം സ്വന്തമായി എടുത്തു കുടിക്കാൻ പറ്റുന്നില്ല. ഒരു ബാത്റൂമിലേക്ക് ഒന്ന് സ്വന്തമായി പോയിട്ട് കാര്യം നടത്തി പോരാൻ സാധിക്കുന്നില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര വലിയ അനുഗ്രഹത്തിലാണ്. വാതക്കും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾക്ക് ചോദിച്ചതൊക്കെ അവൻ തന്നിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചതൊക്കെ തരേണ്ട അളവിൽ. അള്ളാഹ്ക്കാണ് അതിന്റെ കണക്കറിയാം. ലിക്കുല്ലി ഷൈഇൻ ഇൻദഹു ബിമിഖ്താർ. എല്ലാറ്റിനും അള്ളാന്റെ അടുത്ത് ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നതിൽ നമ്മൾ തൃപ്തരാകുക, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. എത്രയാണ് തന്നതെന്ന് കണക്കാക്കാൻ പറ്റില്ല. അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ എണ്ണാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല. അതിനുശേഷം ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ അള്ളാന്റെ അനുഗ്രഹത്തിൽ മുങ്ങി ജീവിക്കാം. അല്ലാഹു തആല അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരിക്കലും നന്ദികേടിന്റെ, നിരാശയുടെ ഒരു വാക്ക്
നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തയിലോ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് നിറയെ നന്ദി ഉണ്ടാവുക. ഒരു വിശ്വാസി, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഒന്നുകിൽ കാഫിറാകും അല്ലെങ്കിൽ ഷാക്കിറാകും. ഇമ്മ ഷാക്കിറൻ ഇമ്മ കഫൂറ. ഒന്നുകിൽ നിങ്ങൾ ഷാക്കിർ അല്ലെങ്കിൽ നിങ്ങൾ കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവില്ലേ? നന്ദി കെട്ടവൻ, നിഷേധിച്ചവൻ, പടച്ചോനെ പരലോകത്തൊക്കെ നിഷേധിച്ച് അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നന്ദികേട് കാണിച്ച് ജീവിക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഖുർആൻ പറഞ്ഞ വാക്കാതെന്നറിയാം, ഷാക്കിർ, ഷക്കൂർ എന്നും പറയും. ഷാക്കിർ എന്ന് പറഞ്ഞാലും ഷക്കൂർ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ് അർത്ഥം? ശുക്റുള്ളവനാണ്. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്ദിയുള്ളവനാ. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി എന്നുള്ളതൊരു മാനസികാവസ്ഥ, മനസ്സിന്ന. ആ മനസ്സിന്ന് നന്ദി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വാക്കിൽ അത് പുറത്തു വരിക. അൽഹംദുലില്ലാ. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലെ? ജീവിതത്തിൽ നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ത് പറഞ്ഞ് എഴുന്നേൽക്കാനെന്നാ പറഞ്ഞ്? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ മാത. വൈകുന്നേരം കടന്നിട്ട് രാവിലെ എണീക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പലരും അല്ലാഹുവിലേക്ക് തിരിച്ചു പോയവരുണ്ട്, പലർക്കും തിരിച്ചു പോയിട്ടില്ല. പക്ഷെ എണീക്കാൻ അവർക്ക് കഴിയുന്നില്ല, കുഴഞ്ഞു കിടക്കുക. അങ്ങനെയുണ്ട്. അപ്പൊ രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ എണീറ്റതും നമ്മൾ നടക്കുന്നതും നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നമുക്കുള്ള മേൽ ഉള്ളത് കൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയാം. ഇതാണ് ഈ മനസ്സ് നമുക്കുണ്ടാവുക. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള മനസ്സ് നമുക്കുണ്ടാവുക. അനുഗ്രഹങ്ങൾ ഓരോന്ന് ഓർത്തു നോക്കിയാൽ അതൊക്കെ അള്ളാന്റെ അനുഗ്രഹം. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം. നമുക്ക് അള്ളാഹു താല തരേണ്ടതൊക്കെയും തന്നിരിക്കും, ഇനിയും തരും. നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നോളൂ, എനിക്ക് കുറച്ചുകൂടി വേണം പടച്ചോനെ, എനിക്ക് ഇങ്ങനെ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അള്ളാഹിനോട് ചോദിക്കുന്നു. ഒരു ഹദീസിലെ ചെരുപ്പിന്റെ വാറ് പൊട്ടി ആരോടാ ചോദിക്കുന്നത്? അള്ളാഹിനോട് ചോദിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അള്ളാഹിനോട്. അള്ളാഹ് ഇവനെന്താ അധികം ചോദിക്കുന്നു തോന്നൂല എന്നാണ്. നമ്മൾ ചില ആൾക്കാർ ഇപ്പൊ ഭയങ്കരമായിട്ട് ചോദിക്കണ്ടോ അവന് കൊടുക്കണ്ട, അങ്ങനെയല്ല. നിങ്ങൾ എത്ര ചോദിക്കുന്നു അള്ളാഹു താലാക്ക് അത് ഇഷ്ടം. ഒന്നുകിൽ ചോദിച്ചത് അല്ലെങ്കിൽ ബോധിച്ചത്, ഇത് രണ്ടും ഇല്ലെങ്കിൽ ആഖിറം മുത്തഖർന. അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ് തന്നില്ലെങ്കിൽ പോലും അതൊരു സ്വാലിഹായ അമലായിട്ട് രേഖപ്പെടുത്തുന്ന. അപ്പൊ ചോദിച്ചുകൊണ്ടിരുന്നോളൂ പടച്ചോനോട്. അത് നിരാശപ്പെട്ടിട്ടല്ല, അത് ദുഃഖം കൊണ്ടല്ല, അത് പ്രതിഷേധിച്ചിട്ടല്ല. ഇനിയും എന്റെ ജീവിതത്തിൽ എനിക്ക് നിയാമത്തുകളും ഹൈറും ആവശ്യമുണ്ട് പടച്ചോനെ. ആരോഗ്യം ആവശ്യമുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്, എന്തിനാ നല്ല മാർഗത്തിൽ ഉപയോഗിക്കാനും ജീവിക്കാനും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. ചോദിച്ചോണ്ടിരുന്നോളൂ. മതിയായിട്ടില്ലെങ്കിൽ ചോദിച്ചോളൂ. പക്ഷേ ഉള്ളതിനെ കുറിച്ച് നന്ദി കെട്ട വാക്കോ ചിന്തയോ ഇല്ലാതെ തികഞ്ഞ മനസ്സോടുകൂടി. ആ മനസ്സുണ്ടല്ലോ, അതാണ്. ഏതാണ് ഏറ്റവും വലിയ, അത് ഒറ്റ ഹദീസ് കൊണ്ട് പറഞ്ഞു നിർത്താം. ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഒരിക്കൽ ഒരു ഹദീസിലുണ്ട്, സ്വഹാബികൾ പറയാണ്, ഞങ്ങള് ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോ ഞങ്ങളിങ്ങനെ ഒരു ചർച്ച, ഒരു ആയത്തിറങ്ങിയ പശ്ചാത്തലമായിരുന്നു. ലമ്മ നസലത്ത് الآية والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم എന്ന് പറഞ്ഞ ആയത്ത്, സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങില്ലേ. ആ ആയത്തിറങ്ങിയപ്പോ ഞങ്ങളൊരു ചർച്ച വെറുതെ. അപ്പൊ സ്വർണവും വെള്ളിയും എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. സ്വർണ്ണാണോ വെള്ളിയാണോ വലുത്? ഏതാണ് ഏറ്റവും വലുത്? സ്വർണമാണോ വെള്ളിയാണോ ഏറ്റവും വലുത്? ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണം. അപ്പൊ റസൂലുള്ളാഹി ഞങ്ങളുടെ അടുത്ത് കൂടെ ഇങ്ങനെ വന്നു. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചർച്ച ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതാ ചർച്ച നബിയെ. ഈ ആയത്തിറങ്ങിയപ്പോ സ്വർണവും വെള്ളിയും ഒക്കെ അതിൽ പറഞ്ഞല്ലോ. അപ്പൊ സ്വർണ്ണാണോ വലുത് വെള്ളിയാണോ വലുത് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്നാലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, സ്വർണ്ണമല്ല വെള്ളിയുമല്ല വലുത്. നമുക്ക് അള്ളാന്റെ റസൂൽ ഏറ്റവും സമർത്ഥനായ ഒരു അധ്യാപകനാണ്. ഏറ്റവും നല്ല അവസരങ്ങളിൽ ഏറ്റവും നല്ലൊരു മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടുന്ന രൂപത്തിൽ അധ്യാപന ഉത്ബോധനങ്ങളും കൊടുക്കുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയം സ്വർണ്ണ വെള്ളിയ വലുത് എന്നുള്ള തർച്ചയിൽ ഇടപെട്ട് ഒന്നുകിൽ സ്വർണ്ണാണ് അല്ലെങ്കിൽ വെള്ളിയാണ് വലുത് എന്നല്ലേ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രണ്ടും അല്ല വലുത്. ഞാൻ നിനക്ക് പറഞ്ഞറിയിച്ചത് രണ്ടും ഏറ്റവും വലിയ രണ്ട് സംഗതികൾ അതാണെന്നറിയോ? ലിസാനുൻ ദാകിറുൻ വഖൽബുൻ ഷാകിർ. ലിസാനുൻ ദാകിറുൻ
വഖൽബുൻ ഷാകിറുൻ. സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും ഈ ഭൂമിയിലുള്ള സകലമായ സ്വത്ത് മുതലുകളെക്കാളും വലുത് ഒരു മനുഷ്യന് കിട്ടുന്ന 2 അനുഗ്രഹമാണ് ലിസാനുൻ ദാകിറുൻ വഖൽബുൻ ഷാകിർ. ഒന്ന്, അള്ളാഹുവിനെ ഓർക്കുന്ന നാവാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവാണ്, ദിക്ർ ചൊല്ലുന്ന നാവാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന നാവാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന നാവാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നാവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന നാവാണ്. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാവാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന നാവ്, അതാണ് ഏറ്റവും വലിയ ഒരു സമ്പത്ത്. രണ്ടാമത്തെ സമ്പത്ത് എന്താണെന്നറിയോ? വഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള മനസ്സാണ്. നന്ദിയുള്ള മനസ്സാണ്. മനസ്സിൽ നിറയെ നന്ദിയാ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പടച്ചോനെ നീ തന്നത് നിന്റെ അനുഗ്രഹം, അത് നീ എനിക്ക് എത്രയാണ് തന്നിരിക്കുന്നത്. ഓരോ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് പറയും. ആ നന്ദി ബോധമുള്ള മനസ്സുള്ളത് കൊണ്ടാണ് നാവിലൂടെ അത് പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മനസ്സിൽ ഉള്ളതാണ് പുറത്തു വരുന്നത് നാവിലൂടെ. അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിനുള്ള നന്ദിയുള്ള മനസ്സ്, ഇത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വലുതാണ്. ലിസാനുൻ ദാകിറുൻ വ ഖൽബുൻ ഷാകിർ. അപ്പൊ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ അടി മുതൽ ഇങ്ങോട്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനായി ജനിച്ച് മുസ്ലിമായി ജനിച്ച് ഹിദായത്തിലൂടെ സഞ്ചരിച്ച് ഇനി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചു മരിക്കുന്ന, അതിനൊക്കെ കിട്ടുന്ന ഇസ്ലാമിക പ്രവർത്തനമൊക്കെ നടത്താൻ കിട്ടുന്ന ആ വലിയ അനുഗ്രഹം, അത് വേറെ. പിന്നെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വാരി വിതറി അതുകൊണ്ട് നമ്മളെ നമ്മളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം വേറെ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ അൽഹംദുലില്ലാഹ് മനസ്സ് നന്ദി കൊണ്ട് നിറയും. അങ്ങനെ നന്ദി കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരും. അൽഹംദുലില്ലാഹ് എന്ന് ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ, അൽഹംദുലില്ലാഹ് എന്ന് ജീവിക്കുമ്പോ പറഞ്ഞ ആളുകളെ, അത് ആത്മാർത്ഥമായി മനസ്സിൽ വെച്ച് അൽഹംദുലില്ലാഹ് എന്ന് ജീവിതത്തിൽ പറഞ്ഞ ആളുകളെ നാളെ പരലോകത്തും അൽഹംദുലില്ലാഹ് എന്നവർ പറയും. പരലോകത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാരായിരിക്കും അറിയോ? ദുനിയാവിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരായിരിക്കും. ഞാൻ ഊതി വെച്ചൊരായത്തില്ലേ, സ്വർഗത്തിലേക്ക് ആളുകളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകും. വിശദീകരിക്കുന്നില്ല കേട്ടോ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. സ്വർഗത്തിലേക്ക് അള്ളാഹിനെ പേടിച്ച് തഖ്വയോടെ ജീവിച്ച മനുഷ്യരെ നയിച്ചുകൊണ്ടുപോകും. അവരെ നേരത്തെ തെളിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞത് നരകത്തെ കുറിച്ച് നയിച്ചിട്ട് കൊണ്ടുപോകും. അപ്പൊ ആ സ്വർഗത്തിൽ അവരെത്തും. അതിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. അതിന്റെ കാവൽക്കാര് സലാമൻ അലൈക്കും തിബ്തും, സ്വാഗതം, മംഗളം, സലാം എന്നൊക്കെ പറഞ്ഞ് അവർ സ്വീകരിക്കും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിത്യമായി ഈ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് സ്വർഗത്തിലേക്കിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ട് മലക്കുകൾ ഇവരെ ആനയിച്ചു കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് കടത്തിയിട്ട് സ്വർഗത്തിലൂടെ എത്തിയിട്ട് ആളുകൾ വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അവൻ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു. സദഖനാ വഅദ വൗറസനൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് യഥേഷ്ടം ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം തന്നു. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ, ഫനിഅമ അജ്റുൽ ആമിലീൻ. പ്രവർത്തിച്ചവർക്ക് എത്ര നല്ല പ്രതിഫലമാണ്, കർമ്മം ചെയ്തവർക്ക് എത്ര നല്ല പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ച് പരിശ്രമിച്ച് ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിച്ച് ആ മാർഗത്തിന് വേണ്ടി മരിച്ചാൽ എത്ര നല്ല പ്രതിഫലം എന്ന് അവിടെ വെച്ച് പറയും. എന്നിട്ട് നോക്കൂ, ആ സ്വർഗത്തിൽ എത്തിയപ്പോൾ എന്താ പറയണത്? അൽഹംദുലില്ലാഹ്. ആ ദുനിയാവിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാണ് സ്വർഗത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അവർക്കേ അതിന് സാധിക്കുള്ളൂ. ജീവിതത്തിലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നന്ദി ബോധത്തോടെ അവനെ മറക്കാതെ നന്ദിയുള്ളവരായി ലിസാനും ദാക്കിറും കൽബും ഷാക്കിറുമായിട്ട് നമ്മൾ ജീവിച്ച നാളെ സ്വർഗത്തിൽ എത്തിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള അവസരം നമുക്കുണ്ടാകും. ഉണ്ടാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ അന്നത്രക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ജീവിതത്തിലുടനീളം നന്ദിബോധമുള്ളവരായി നിന്റെ നന്ദിയുള്ള അടിമകളായി ജീവിച്ചു മരിക്കാനും നിന്നെ സ്തുതിക്കാനും പ്രകീർത്തിക്കാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന്റെ ഫലമായി നാളെ സ്വർഗത്തിൽ കാലെടുത്ത് കുത്തി അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ.
ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ തമ്പുരാൻ. ഞങ്ങളുടെ വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾ പുറത്തു തരണേ തമ്പുരാന്. പടച്ചവനെ, ഞങ്ങളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ ഇതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه وسلم. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.